വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെ പോകാം. നമ്മുടെ നവകേരള ബസ് അതിൻ്റെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. കോഴിക്കോട് നിന്ന് ബംഗളൂരുവിലേക്കാണ് യാത്ര. ഏതായാലും രാവിലെ 4 മണിക്ക് ശേഷം ബസ് കോഴിക്കോട് നിന്ന് പുറപ്പെട്ടു. ഒരു 11:30 മണിയോടുകൂടി ബംഗളൂരുവിൽ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഫുൾ ഹൗസ് ആയിട്ടാണ് ബസ് പോയിരിക്കുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നവകേരള സദസ്സിന്റെ യാത്രയ്ക്കായി ഉപയോഗിച്ച ബസിന്റെ ആദ്യ സർവീസ് ആരംഭിച്ചു. കോഴിക്കോട് ബംഗളൂരു റൂട്ടിലോടുന്ന ബസ് രാവിലെ 4 മണിക്ക് പുറപ്പെട്ട് 11:35 ബംഗളൂരുവിൽ എത്തും. കോഴിക്കോട് നിന്ന് റമീസ് മുഹമ്മദ്. റമീസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമ്മുടെ നവകേരള ബസ് യാത്ര തുടങ്ങിയിരിക്കുന്നു. രാവിലെ യാത്ര തുടങ്ങിയ സമയത്ത് റമീസ് കോഴിക്കോട് ബസ് ടെർമിനലിൽ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ രാവിലെ ലൈവിൽ കണ്ടത്. എങ്ങനെയുണ്ട് ബസിന്റെ ആദ്യ യാത്രയിലെ പ്രതികരണവും കാര്യങ്ങളും ഒക്കെ? മനു പറഞ്ഞതുപോലെ ഹൗസ് ഫുള്ളായിരുന്നു നമ്മുടെ ബസ്. കാരണം ഏറ്റവും വേഗത്തിലായിരുന്നു നമ്മളുടെ ടിക്കറ്റുകളൊക്കെ തന്നെ വിറ്റഴിഞ്ഞു പോയത്. ഏറ്റവും തിരക്കേറിയ അന്തർ സംസ്ഥാന പാതയായ ബംഗളൂരു കോഴിക്കോട് പാതയിലാണ് നവകേരള ബസ്സിൻ്റെ യാത്ര. ഗരുഡ പ്രീമിയം എന്ന പേരിൽ സർവീസ് നടത്തുന്നത്. ദിവസം 2 സർവീസുകളായാണ് ഈ ബസ്സിൻ്റെ സർവീസ് നടക്കുക. രാവിലെ 4 മണിക്ക് പുറപ്പെട്ട് ബാംഗ്ലൂരിൽ 11:35 എത്തുന്ന രീതിയിലും, തുടർന്ന് 2:30 ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ട് രാത്രി 10:15 ശേഷം കോഴിക്കോട് എത്തുന്ന രീതിയിലാണ് ബസ്സിൻ്റെ സമയം ക്രമീകരിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ള ടിക്കറ്റ് വിൽപ്പനയാണ് ബസ്സിന് നടന്നത്. കാരണം അതിലെ പ്രത്യേകത ആ ബസ്സിൽ ഉള്ള പ്രത്യേകതകൾ തന്നെയാണ്. നമ്മൾ ലൈവിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഹൈഡ്രോളിക് ലിഫ്റ്റ് അടക്കം ഉപയോഗിച്ച് ഭിന്നശേഷിക്കാരൊക്കെയും സുഖകരമായിരുന്നു ബസ്സിലേക്ക് കയറുന്നത്. അപ്പോൾ ആദ്യ യാത്രയ്ക്ക് നല്ല പ്രതികരണം ലഭിക്കുന്നു. സ്വാഭാവികമായി മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു വലിയ ഹിറ്റ് അടിക്കാനുള്ള സാധ്യതയാണല്ലേ? അപ്പോൾ ഈ വിവാദങ്ങൾ ഉണ്ടാക്കിയവരൊക്കെ ഇനി എന്ത് പറയും? വിവാദം ഉണ്ടാക്കിയവരൊക്കെയും തന്നെ മൗനത്തിലാവേണ്ട ഒരു അവസ്ഥയിലാണ് ശരിക്കും. കാരണം അത്തരത്തിലുള്ളൊരു സ്വീകരണമാണ് ബസ്സിന് കിട്ടുന്നത്. യാത്രക്കാരിൽ നിന്നും അതുപോലെ തന്നെ വാഹനം ഓടിക്കുന്നവരൊക്കെയും തന്നെ വലിയ രീതിയിലുള്ളൊരു സന്തോഷവും കൗതുകമൊക്കെ തന്നെയാണ് ബസ്സിൽ നിന്ന് നമ്മളോട് പങ്കുവച്ചത്. അതിലൊരു ചോദ്യം രാവിലെ റമീസ് സംസാരിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഒരു ചേട്ടൻ വളരെ സന്തോഷത്തോടെ പറയുന്നു, മുഖ്യമന്ത്രിയുടെ സീറ്റിലാണ് ഞാൻ ഇരിക്കുന്നത് എന്ന് പറയുന്നുണ്ടായിരുന്നു. ആ രീതിയിൽ വലിയൊരു കൗതുകവും ആളുകൾക്കുണ്ട്. കാരണം ഒരു ചരിത്രയാത്രയുടെ ഭാഗമായ വണ്ടിയാണ്. അതിൽ ബംഗളൂരുവിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു കൗതുകം വേറെയാണല്ലോ. തീർച്ചയായും മനു. മലപ്പുറം സ്വദേശി ഒരു അജിനാണ് മുഖ്യമന്ത്രിയുടെ സീറ്റ് നമ്പർ 2-ലാണ് ആ ഒരു സീറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ തൃശ്ശൂരിൽ നിന്നും ഈ ബസ് കയറാൻ വേണ്ടി മാത്രം ആളുകൾ എത്തിയവരുണ്ട്. അതുപോലെ തന്നെ ഈ ബസ് പുറപ്പെടുന്നത് അറിഞ്ഞ് മറ്റ് ദിവസങ്ങളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തവർ അത് ക്യാൻസൽ ചെയ്തുകൊണ്ട് ഈ നവകേരള ബസ്സിന് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന രീതിയിലുള്ള കാഴ്ചകളും അനുഭവങ്ങളും നമ്മോട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ശരി, ഓക്കെ, താങ്ക് യു റമീസാണ് വിവരങ്ങൾ നമുക്ക് നൽകിയത്. ഏതായാലും നവകേരള ബസ് വലിയ ഹിറ്റായി. തുടക്കത്തിൽ ആദ്യ യാത്രയിൽ തന്നെ അത് ഗംഭീരമായി പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്ന് രാവിലെ ഒരു 4 മണിക്കാണ് 4:15 കൂടിയാണ് സർവീസ് കോഴിക്കോട് നിന്ന് ആരംഭിച്ചത്. ബംഗളൂരുവിലേക്ക് യാത്ര ഒരു 7:15 മണിക്കൂർ കൊണ്ട് ബംഗളൂരുവിൽ എത്തുന്ന രീതിയിലാണ് സർവീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കോഴിക്കോട് നിന്ന് ബംഗളൂരുവിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് എന്ന് പറയുന്നത് നമ്മുടെ പ്രേക്ഷകർ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് ടിക്കറ്റ് നിരക്ക് എത്രയാണെന്ന്. 1171 രൂപയാണ് അതിൻ്റെ ടിക്കറ്റ് നിരക്ക് എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഗരുഡയുടെ പ്രീമിയം സർവീസ് വണ്ടിയാണ്. അങ്ങനെയാണ് ആ ക്ലാസ്സിലാണ് വണ്ടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇത്രയും നാളും ആ ബസ്സിനെക്കുറിച്ച് എന്തൊക്കെ ആക്ഷേപങ്ങളാണ് നമ്മുടെ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒക്കെ പറഞ്ഞു കിടന്നത്. ഇനിയത് നമ്മളെല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ KSRTCയുടെ ഭാഗമായിരിക്കുകയാണ്. റമീസ് പറഞ്ഞതുപോലെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും തിരക്കുള്ള അന്തർ സംസ്ഥാന പാതയാണ് ഈ ബംഗളൂരുവിലേക്കുള്ള പാത എന്ന് പറയുന്നത്. അപ്പോൾ ആ വഴിയിൽ ഇത്തരത്തിലൊരു നല്ല വണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആളുകൾ അതിൽ കയറാൻ വരും, അത് ഉപയോഗിക്കും. അതുതന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും വലിയ തിരക്ക്, വണ്ടി ഹിറ്റാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അടുത്ത ദിവസത്തേക്കുള്ള റിസർവേഷനും ഒക്കെ ഏകദേശം വളരെ വേഗത്തിൽ തീർന്നു പോകുന്നുവെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്.